ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഏവർക്കും നോ ചാനലിലേക്ക് ഹാർദികമായ സ്വാഗതം. മലയാളം GK ചോദ്യവും ഉത്തരവും 50 ചോദ്യങ്ങൾ ഭാഗം 4. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ചോദ്യം 151. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ചോദ്യം 152. ഓസ്ട്രേലിയയുടെ തലസ്ഥാന നഗരം ഏതാണ്? ഉത്തരം കാൻബ്ര. ചോദ്യം 153. ലോകത്തെ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഉത്തരം മന്ദാരിൻ ചൈനീസ്. ചോദ്യം 154. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡും ബഹുമതിയും ഏതാണ്? ഉത്തരം ഭാരതരത്നം. ചോദ്യം 155. വിസ്തീർണം അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം രാജസ്ഥാൻ. ചോദ്യം 156. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ചോദ്യം 157. ഒരു വൃത്തത്തിന്റെ ആകൃതി എന്താണ്? ഉത്തരം റൗണ്ട്. ചോദ്യം 158. ദീർഘദൂരത്തേക്ക് ഒരു സന്ദേശം അയക്കാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ടെലിഫോൺ. ചോദ്യം 159. സ്കൂളിൽ ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ചോക്ക്. കൂടുതൽ വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. ചോദ്യം 160. നീളമുള്ള കഴുത്തിന് പേര് കേട്ട മൃഗം? ഉത്തരം ജിറാഫ്. ചോദ്യം 161. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? ഉത്തരം നയാഗ്ര വെള്ളച്ചാട്ടം. ചോദ്യം 162. ആരാണ് അവസാനത്തെ അത്താഴം വരച്ചത്? ഉത്തരം ലിയനാർഡോ ഡാവിഞ്ചി. ചോദ്യം 163. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? ഉത്തരം കാർ മരുഭൂമി. ചോദ്യം 164. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം കർണം മല്ലേശ്വരി. ചോദ്യം 165. ഇന്ത്യയിലെ ധീരതയ്ക്കുള്ള പരമോന്നത സിവിലിയൻ അവാർഡിന്റെ പേരെന്താണ്? ഉത്തരം പരംവീർ ചക്ര. ചോദ്യം 166. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം AO ഹ്യൂം. ചോദ്യം 167. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ചോദ്യം 168. ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര ഏതാണ്? ഉത്തരം അരാവലി റേഞ്ച്. ചോദ്യം 169. 1974 നടത്തിയ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന്റെ പേര് എന്താണ്? ഉത്തരം പുഞ്ചിരിക്കുന്ന ബുദ്ധ. ചോദ്യം 170. മനുഷ്യന് അറിയാവുന്ന ഏറ്റവും കഠിനമായ പ്രകൃതിദത്ത പദാർത്ഥം ഏതാണ്? ഉത്തരം ഡയമണ്ട്. ചോദ്യം 171. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പ് ഉരുക്ക് വ്യവസായം എവിടെയാണ് സ്ഥാപിച്ചത്? ഉത്തരം ജംഷഡ്പൂർ. ചോദ്യം 172. ബാബ്രു ലിഖിതങ്ങൾ എവിടെയാണ് കണ്ടെത്തിയത്? ഉത്തരം ജയ്പൂർ. ചോദ്യം 173. ബറാബർ ഗുഹകൾ അശോകന്റെ ലിഖിതങ്ങൾ ഉള്ള പുരാണ ഗുഹകൾ ആണ്. ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബീഹാർ. ചോദ്യം 174. മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ചോദ്യം 175. ചൈനയുടെ രഹസ്യ അന്വേഷണ ഏജൻസി അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഉത്തരം മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി. ചോദ്യം 176. കേരള ബാംബു കോർപ്പറേഷൻ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം അങ്കമാലി, എറണാകുളം. ചോദ്യം 177. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മാഹി എന്ന പ്രദേശം ഏത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ്? ഉത്തരം പുതുച്ചേരി.
ചോദ്യം 178. ബാറ്റ്മാൻ സിറ്റി ഏത് രാജ്യത്താണ്? ഉത്തരം തുർക്കി. ചോദ്യം 179. കിങ് ഓഫ് ഷാഡോസ് എന്ന് അറിയപ്പെടുന്ന ലോക പ്രശസ്ത ചിത്രകാരൻ ആരാണ്? ഉത്തരം രാംബ്രാൻഡ്. ചോദ്യം 180. സുഗന്ധവ്യഞ്ജനങ്ങളിലെ രാജകുമാരി എന്ന് അറിയപ്പെടുന്നത് ഏത്? ഉത്തരം വാനില. ചോദ്യം 181. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്താണ്? ഉത്തരം സ്റ്റെപ്പുകൾ. ചോദ്യം 182. സെൽഷ്യസിൽ ജലത്തിന്റെ തിളയ്ക്കുന്ന സ്ഥലം ഏതാണ്? ഉത്തരം 100 ഡിഗ്രി സെൽഷ്യസ്. ചോദ്യം 183. സസ്യങ്ങൾ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയയുടെ പേരെന്താണ്? ഉത്തരം ഫോട്ടോസിന്തസിസ്. ചോദ്യം 184. ഭൂമിയുടെ കാന്തിക ക്ഷേത്രത്തെ കുറിച്ചുള്ള പഠനത്തെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം ജിയോമാഗ്നറ്റീഷ്യം. ചോദ്യം 185. ഇന്ത്യയുടെ കറൻസി എന്താണ്? ഉത്തരം ഇന്ത്യൻ രൂപ. ചോദ്യം 186. ബഹിരാകാശത്തേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം രാകേഷ് ശർമ്മ. ചോദ്യം 187. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? ഉത്തരം ആൽമരം. ചോദ്യം 188. ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? ഉത്തരം ആര്യഭട്ടൻ. ചോദ്യം 189. മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ട്? ഉത്തരം 206. ചോദ്യം 190. ഏത് നഗരമാണ് മുത്തുകളുടെ നഗരം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഹൈദരാബാദ്. ചോദ്യം 191. ഇന്ത്യൻ നഗരമായ ആലപ്പുഴയുടെ വിളിപ്പേര് എന്താണ്? ഉത്തരം കിഴക്കിന്റെ വെനീസ്. ചോദ്യം 192. ഏത് നഗരമാണ് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത്? ഉത്തരം അഹമ്മദാബാദ്. ചോദ്യം 193. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത്? ഉത്തരം ജാർഖണ്ഡ്. ചോദ്യം 194. കേരളത്തിലെ പ്രഥമ മെട്രോ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് എവിടെ? ഉത്തരം കൊച്ചി. ചോദ്യം 195. ഉദയസൂര്യന്റെ നാട് എന്ന് അറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം ജപ്പാൻ. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്. ചോദ്യം 196. രാത്രി ആകാശത്തിലെ തിളങ്ങുന്ന വസ്തുക്കളെ നിങ്ങൾ എന്താണ് വിളിക്കുന്നത്? ഉത്തരം നക്ഷത്രങ്ങൾ. ചോദ്യം 197. വിദൂര വസ്തുക്കളെ വ്യക്തമായി കാണാൻ നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ദൂരദർശിനി. ചോദ്യം 198. ശീതകാലത്തിനു ശേഷം ഏത് സീസൺ ആണ് വരുന്നത്? ഉത്തരം വസന്തം. ചോദ്യം 199. താപനില അളക്കാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഉത്തരം തെർമോമീറ്റർ. ചോദ്യം 200. നാവിഗേറ്റ് ചെയ്യാനും ദിശകൾ കണ്ടെത്താനും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഉത്തരം കോമ്പസ്. അപ്പോൾ കൂട്ടുകാരെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഗുഡ് ബൈ ആൻഡ് ഹാവ് എ ഗുഡ് ഡേ.